Honorable members, subject to correction, ayes 128. Noes 95. Abstention 0. അങ്ങനെ രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതോടുകൂടി മുനമ്പം നിവാസികൾ ഏറെ സന്തോഷത്തിലാണ്. അവരുടെ സന്തോഷം മുഴുവൻ ഈ അർദ്ധരാത്രിയിൽ ഇവർ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുന്നിൽ നിന്നും അവർ പ്രകടനവുമായി ഏകദേശം 1 കിലോമീറ്ററോളം മുന്നോട്ട് നീങ്ങുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ കഴിഞ്ഞ രാത്രികളിലെല്ലാം തന്നെ ഉറക്കമുളച്ച് കാത്തിരിക്കുകയായിരുന്നു ഇവർ കാത്തിരുന്നത്. ഇവർക്ക് അറിയാമായിരുന്നു മുനമ്പം എന്ന് പറയുന്ന ദേശത്തെ വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇവർ കാത്തിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ആഹ്ലാദത്തോടെയായിരുന്നു പടക്കം പൊട്ടിച്ചുള്ള വലിയൊരു ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ മുനമ്പം ജനത എല്ലാം തന്നെ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അരികിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഇതാ ഇവർ നീങ്ങുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. പടക്കം പൊട്ടിച്ചുള്ള വലിയ ആഹ്ലാദ പ്രകടനമാണ് ഇവർ ഇവിടെ നടത്തുന്നത്. എന്തായാലും ഇവർ പറയുന്നത് ഇവർക്കെതിരെ വന്നിരിക്കുന്ന ഈ വഖഫ് നിയമത്തെ ഇവർ കടലിൽ കെട്ടിത്താഴ്ത്തും എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ വിളിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവർ വേളാങ്കണ്ണി പള്ളി മാതാ പള്ളിയുടെ കവാടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ജൈവിളികളോടുകൂടി മുദ്രാവാക്യം വിളികളോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ രാത്രി മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുന്നിൽ നിന്നും അവർ പ്രകടനവുമായി ജാഥയും മുദ്രാവാക്യ വിളികളുമായി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ആവശ്യം റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. ആ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായിട്ടാണ് ഇവർ ഇത്രയേറെ നാളുകൾ ഏകദേശം 173 ദിവസങ്ങളോളം ഇവിടെ നിരാഹാരം എടുക്കുന്ന ഒരു സമയമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇവർ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്.
ഇത്രയും ഈ രാത്രി മുഴുവൻ ഇവർ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ടി വിയുടെ മുന്നിൽ നിന്ന് ആരും തന്നെ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുന്നിൽ നിന്ന് ഇരിക്കുകയായിരുന്നു ഇവർ. അപാലവൃത്തം ജനങ്ങൾ, ചെറിയ കുട്ടികളടക്കം വലിയ ആളുകളടക്കം എല്ലാവരും തന്നെ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു ഈ രാജ്യസഭയിലെ ഈ ബില്ല് പാസ്സാക്കുന്നത് ആയിട്ട്. അതുപോലെ തന്നെ ഇവർ ജയ് വിളിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അടക്കമുള്ള നേതാക്കൾക്കെല്ലാം തന്നെ ഇവർ ജയ് വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ നിരവധി നേതാക്കന്മാർ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് രാജ്യത്തിന് ഒരു ഐതിഹാസികമായ ഈ ഒരു നിയമം പാസാക്കാൻ രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു നിയമമാണ് പാസ്സാക്കിയിരിക്കുന്നത്. അറബിക്കടലിൽ തള്ളിക്കളയോ, അറബിക്കടലിൽ തള്ളിക്കളയോ. മതേതരം 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 ഭാരതം, മതനിയമം വേണ്ടേ വേണ്ട, മതഭരണം വേണ്ടേ വേണ്ട. ഞങ്ങളുടെ പൊന്നാട്ടിൽ, ഞങ്ങളുടെ പൊന്നാട്ടിൽ കുടിയാന്മാരല്ല ഞങ്ങൾ, കുടികിടപ്പുകാരുമല്ല, കുടികിടപ്പുകാരുമല്ല. ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ അവകാശികൾ, ഞങ്ങൾ തന്നെ അവകാശികൾ, ഞങ്ങൾ തന്നെ അവകാശികൾ, ഞങ്ങൾ തന്നെ അവകാശികൾ. മതേതരം 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 ഭാരതം, മതേതരം 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 ഭാരതം. മതനിയമം വേണ്ടേ വേണ്ട, മതനിയമം വേണ്ടേ വേണ്ട. ഞങ്ങളുടെ പൊന്നാട്ടിൽ, ഞങ്ങളുടെ പൊന്നാട്ടിൽ അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, ഞങ്ങൾ ജയിച്ചതറിഞ്ഞില്ലേ, അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, ഞങ്ങൾ ജയിച്ചതറിഞ്ഞില്ലേ, ഭാരതം ജയിച്ചതറിഞ്ഞില്ലേ, ഭാരതം ജയിച്ചതറിഞ്ഞില്ലേ. അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മൾ ജയിച്ചതറിഞ്ഞില്ലേ, നമ്മൾ ജയിച്ചതറിഞ്ഞില്ലേ, ഭാരതം ജയിച്ചതറിഞ്ഞില്ലേ, ഭാരതം ജയിച്ചതറിഞ്ഞില്ലേ. മതേതരം 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 ഭാരതം, മതനിയമം വേണ്ടേ വേണ്ട, മതഭരണം വേണ്ടേ വേണ്ട. ഞങ്ങളുടെ പൊന്നാട്ടിൽ, ഞങ്ങളുടെ പൊന്നാട്ടിൽ, ഞങ്ങളുടെ പൊന്നാട്ടിൽ വഖഫ് എന്നൊരു പേര് പറഞ്ഞ്, വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട, ഇങ്ങോട്ടാരും കടക്കണ്ട. വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട. ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ, ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ, മരിച്ചു വീഴും കട്ടായം.